ഓക്കെ ഗൈസ്, ഞാനിപ്പം പറയാൻ പോകുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കും. നമ്മളെന്ന് പറയുന്നത് സമൂഹത്തിന് ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ലോജിക്കലി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇനി എന്തെടുത്താലും ഏറ്റവും കൂടുതൽ വരുന്ന ആടാണ്. പണ്ടൊക്കെ ഗിംഗ്ലി റമ്മി ഒരു സാധനമൊക്കെ കളിച്ചിട്ട് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു ഒരു സമയത്ത് ആട്. ഇപ്പോഴത്തെ ആട് ട്രേഡിങ് പഠിക്കും, നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ആളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കമ്പനികളെല്ലാം നമ്മളെ പറ്റിക്കുക എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പം ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോയി, അപ്പുറത്തിരിക്കുന്നതിന് 1 രൂപ കിട്ടി. അതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റും, പ്രാക്ടിക്കലി പോസിബിൾ ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ട്രേഡേഴ്സ് എല്ലാം അവരുടെ പെയ്ഡ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുത്ത് പെയ്ഡ് കോഴ്സ് മേടിക്കരുത്. അതിൻ്റെ ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്, എൻ്റെ കാര്യങ്ങളാണ്. ഒരിക്കലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ട്രേഡിങ് പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ട്രേഡിങ് പഠിക്കുന്നത് എളുപ്പമുള്ളതാണ്, പക്ഷേ ഇത് പ്രാക്ടിക്കൽ റിയൽ ലൈഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പറയുന്നത് എളുപ്പമുള്ള കാര്യമേ അല്ല. നല്ല രീതിയിൽ ഒരു നോർമൽ മനുഷ്യനെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വരെ വേണമെങ്കിൽ വന്നേക്കാം. കാരണം ഹ്യൂജ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അവന് വട്ട് വരുമായിരിക്കും. ചിലപ്പോൾ വട്ട് വരുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയലി മെൻ്റലായി പോകും. കാരണം കയ്യിൽ നിന്ന് പൈസ നിങ്ങൾക്കറിയാവുന്ന എത്ര ട്രേഡേഴ്സ് ഉണ്ട് റിയൽ ലൈഫിൽ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നവർ? ഭയങ്കര കുറവായിരിക്കും. എങ്ങനെ നോക്കിയാലും ഇനി ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ചെയ്യുന്നൊരു കുഴപ്പമില്ല. ഓക്കെ, അവർക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ പേ ഔട്ട് കിട്ടിയെന്ന് പറയാം. നല്ല നല്ല ഫേംസ് ഉണ്ട്, ഫയേഴ്സ്, ഫണ്ടിങ് വർക്ക്, നല്ല ഫേംസ് ഉണ്ട്. FTMO അങ്ങനെയൊക്കെയുള്ള നല്ല ഫേംസ് ഉണ്ട്. അതിലല്ലാതെ 1300 രൂപയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ട്, പല വിലയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ടുണ്ട്. ഇതിനകത്തുനിന്നൊക്കെ പേ ഔട്ട് കിട്ടുന്ന കാര്യം വെള്ളത്തിൽ വരച്ച വര പോലെ. അത് കാണാൻ പോലും പറ്റത്തില്ല. അതുപോലൊക്കെ വരുന്ന ഈ നമ്മുടെ വിശ്വാസമായിട്ടുള്ള പരിപാടി മാത്രം ചെയ്യുക. ആൾക്കാരെ പറ്റിച്ചുള്ള നാണം കെട്ട പരിപാടിക്ക് നിൽക്കാതിരിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ SMC ആണ്, SMC, ICT എല്ലാത്തിൻ്റെയും കോഴ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചാനൽ കയറി ഇഷ്ടംപോലെ വീഡിയോസ്, മലയാളികളുടെ, ഹിന്ദി, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. പിന്നെ ഏറ്റവും കൂടുതൽ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുറേ അവന്മാരുണ്ട്. നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യുന്ന റിയൽ ലൈഫിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അധപ്പതനമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ലൈവ് ട്രേഡ് എടുക്കുന്ന രീതി, ട്രേഡ് എടുക്കേണ്ട പൊസിഷൻ, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, തെറ്റില്ല. നമ്മളല്ല ട്രേഡ് എടുക്കുന്നത്, നമ്മൾ വേറെ ആടെ കോപ്പി ചെയ്താണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം കോപ്പി ചെയ്ത് നിങ്ങൾ ജീവിക്കേണ്ടി വരും. എൻഡ് ഓഫ് ദി ഡേ അവൻ നാളെ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ആവും. അവൻ ട്രേഡിങ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി ഇപ്പോൾ. നിങ്ങൾ സ്വന്തമായിട്ടൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുക. പൈസ കൊടുത്ത് ഒരുപാട് ആൾക്കാർ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ട്രേഡിങ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം അടുപ്പിച്ചാവുന്നു. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കില്ലൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ 8 ക്യാപിറ്റലിൽ 2 ഇരട്ടിയാക്കിയിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്തത്. പക്ഷേ അത് സത്യത്തിൽ ഞാൻ ചെയ്ത് ഗാംബ്ലിംഗ് ആയിരുന്നു. എനിക്കന്ന് അതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് ട്രേഡെക്സ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിയുടെ ലൈവാണ് പേഴ്സണലി എന്നെ ഏറ്റവും പക്കയായിട്ട് എന്നെ ബിൽഡ് ചെയ്ത പുള്ളിയുടെ ലൈവാണെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്കിപ്പോഴും വലിയ ധാരണ എന്നുള്ള ഒരാളൊന്നുമല്ല, നോർമൽ ഒരു സംഭവമാണ്. അല്ല, എനിക്ക് ട്രേഡിങ്ങിനകത്ത് ആർക്കും ട്രേഡിങ്ങിനകത്ത് വലിയ ആൾക്കാരൊക്കെ ആവാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അവരാവുന്നെങ്കിൽ ആവട്ടെ. പക്ഷേ ഞാൻ ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം, ആ റേഞ്ചിൽ കിടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എങ്കിലും എന്നെ കുറച്ചും കൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതും സൈക്കോളജിയൊക്കെ റെഡിയാക്കിയതും ട്രേഡെക്സ് എന്ന് പറഞ്ഞ ചാനൽ ലൈവാണ്. നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ, ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ പരിപാടിയൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. 1 രൂപ പോലും മേടിക്കാതെ അങ്ങനെ ലൈവിനകത്ത് കോഴ്സ് കൊടുക്കുന്നത്. 1 രൂപ പോലും ഇപ്പം മെമ്പേഴ്സ് കൊണ്ട് ലൈവ് ഉണ്ട്, അതിനകത്തൊന്നും ചെയ്യാറുണ്ട്. നോർമൽ ലൈവിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇത് 122 ദിവസത്തെ അങ്ങനെ ഓരോ കോൺസെപ്റ്റ്, അതൊക്കെ ഫ്രീയാണ്. 1 രൂപ പോലും കൊടുക്കണ്ട. നിങ്ങൾ ഈ വലിയ ട്രേഡേഴ്സിനെ കണ്ട് അവിടെ ലാഭം കണ്ടിട്ട് നിങ്ങൾ അവരുടെ കൈ പൈസ കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ സ്ട്രാറ്റജി ഒന്നും വാങ്ങിച്ചാൽ എൻഡ് ഓഫ് ദി ഡേ അതൊന്നും നിങ്ങൾ ഹെൽപ്പ് ചെയ്യത്തില്ല. അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയാവാനാണ് 90% ചാൻസ്. 10% എങ്ങാനും ബാക്കപ്പ് സപ്പോർട്ട്, അതെങ്കിലും അവർ സിഗ്നൽസ് തരുന്ന പോലൊക്കെ തന്നെ. അവർ സിഗ്നൽസ് തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നു, നിങ്ങൾ അവിടെ കൊണ്ട് തീരുക. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ ട്രേഡേഴ്സ് പോലും ക്യാപിറ്റൽ ഒപ്പിക്കുന്ന കോഴ്സസ് വിറ്റിട്ട
അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും സ്വന്തം കയ്യിലെ പൈസ കൊണ്ടുപോയി ആർക്കും വെറുതെ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. നിങ്ങൾ ആരും നിങ്ങളുടെ പൈസ വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഫണ്ട് അക്കൗണ്ട് എടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വാക്ക് പറയുള്ളൂ, ട്രേഡെക്സ്. പിന്നെ പണ്ടൊക്കെ ഞാൻ ബിനോയ് എന്ന് പറഞ്ഞ എൻ്റെ വീഡിയോ കാണുമായിരുന്നു, മാർക്കറ്റബിൾ. പുള്ളിക്കാരൻ്റെ പെയ്ഡ് കോഴ്സ് ഒന്നും അല്ല, യൂട്യൂബ് വീഡിയോസ്. പിന്നെ അതുപോലൊക്കെ വേറൊരു പുള്ളിക്കാരൻ ഉനേസ് പാലക്കാരനോ അങ്ങനെ പറയുന്നത്, എനിക്ക് ഇവിടെ കറക്റ്റാണ് ഉനേസ് എന്ന് കണ്ടാൽ തോന്നുന്നു പുള്ളിയുടെ പേര്, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലല്ല ഉനേസ് ഒരു 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 മുട്ട അടിച്ചൊരു പുള്ളിയാണ്. പുള്ളിയും ട്രേഡിങ്ങിനെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ആളാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. എല്ലാവരുടെയും കോഴ്സ് ഇപ്പോൾ സ്പൈഡർ എഫക്ട്സ് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഗാർഡെങ്കിലൊക്കെ വീഡിയോ ഉണ്ടാകാൻ മതി. അതിനകത്ത് എല്ലാം കോൺസെപ്റ്റ് എല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഈ കോൺസെപ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല റിയൽ മാർക്കറ്റ്. അതും കൂടെ പറഞ്ഞുതരാം, ഒരു ബന്ധവുമില്ല. എനിക്ക് തോന്നുന്നു ആക്യുറസി കൂടുതലുള്ള റീഡെക്സിൻ്റെ കോൺസെപ്റ്റിനാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത്. എൻ്റെ റിയൽ ലൈഫ് എൻ്റെ അനുഭവം അതാണ്. SMC ACT ഒന്നും വർക്കാവത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പ്രൈസ് ആക്ഷൻ എല്ലാം വർക്കാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുക, ആ കാര്യത്തിൻ്റെ പുറകിന് മാത്രം പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാടാക്കി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. പൈസ കൊടുത്ത് ട്രേഡിങ് പഠിക്കാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ബേസിക് കാര്യങ്ങളും ബേസിക് ടു അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിൽ തന്നെ ഉണ്ട്. പൈസ വെറുതെ കൊണ്ടുപോയി കളയാതിരിക്കുക.